എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞിക്ക് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് അതെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാമല്ലോ ചെയ്ത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു തേയിലവെള്ളമൊക്കെ എത്തിയായിരുന്നു. അപ്പോൾ അത് കുടിച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് വരുന്നതുകൊണ്ട് അങ്ങോട്ട് ഒരു ഉറക്കമൊന്നും അത്ര അല്ലല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മളൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ മെഴുക്ക് വരട്ടിക്കെല്ലാം ഞാൻ അടുപ്പയിലോട്ട് വെച്ച്. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാറ്. അപ്പോൾ അതെല്ലാം വെള്ളമെല്ലാം അരി ഇട്ടിട്ടുണ്ട്. അതിന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അത് അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. തോരനെല്ലാം വെച്ച് കൊടുക്കാവേ. അപ്പം മെഴുക്ക് വരട്ടിക്ക് അടപ്പത്ത് വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ അടപ്പയിൽ. അപ്പോൾ അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ തോരൻ്റെ എല്ലാ അരപ്പും എല്ലാം ചേർത്ത് കടുക് വറുത്തിച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ഒരു ശകലം അരപ്പയും ശകലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ അത് അവിടെ ഇടങ്ങ് വെന്തോളും ബീട്രൂട്ട്. മെഴുക്ക് വരട്ടി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും മെഴുക്ക് വരട്ടിക്ക് നീളത്തിൽ അരിയുന്നത്. അപ്പം എൻ്റെ മോക്കാണ് സ്ക്വയറിൽ അരിയണമെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ അതുപോലെ അരിഞ്ഞ് അങ്ങനെ ബീട്രൂട്ട് തോരന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കൊഞ്ചെല്ലാം നേരത്തെ ഇന്നലെ വറുത്ത് വെച്ചിട്ട് അങ്ങനെ ചമ്മന്തി ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ മോന് ചമ്മന്തി വേണമെന്ന് പറഞ്ഞ്. പിന്നെ ഉള്ളിപ്പച്ചടിക്ക് അത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു സവാള എടുത്ത് കൊത്തിപ്പൊടിച്ചരിഞ്ഞ് അങ്ങനെ അതെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം ഈ തൈര്, ഇത് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നല്ലവണ്ണം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് എല്ലാം ഇളക്കി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറൊക്കെ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത്. ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് അങ്ങനെ അരിയെല്ലാം അടച്ചിട്ട് രാവിലത്തെ കാപ്പിക്കാണ് ദോശയും പിന്നെ സാമ്പാറും പിന്നെ മുളക് ചമ്മന്തി. ഇവിടെ ദോശയ്ക്ക് പ്രധാനം മുളക് ചമ്മന്തി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിന് മക്കൾക്ക് ചോറൊക്കെ വിളമ്പി. പിന്നെ പച്ചടി ഞാൻ വേറെ ഒരു ബോക്സിനകത്താക്കി കൊടുത്തു. അവന് എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ കറി വേണം മോന്. അങ്ങനെ അപ്പോൾ ഇന്ന് പച്ചടിയായിരുന്നു വെച്ചാൽ, അല്ലെങ്കിൽ മോര് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിക്കവാറും. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൊലി പൊളിക്കുന്ന കോരയൊക്കെ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ കിളി വരണ്ടയും അങ്ങനെ കോരയൊക്കെ അതെല്ലാം ഞാൻ വെട്ടി കുറച്ച് മീനൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അത് നാളത്തേക്കാവുമല്ലോ. അങ്ങനെ കുറച്ച് ഞാനിപ്പോൾ കറി വയ്ക്കാനായിട്ട് എടുത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ചട്ടി ചൂടായിട്ടുണ്ട്. അങ്ങനെ എണ്ണ ഒഴിച്ച ശേഷം ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വഴണ്ട് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ഇടയ്ക്കൊന്നും അങ്ങനെ സമയം കിട്ടുന്നതാ. ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നത്. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇന്ന് മീനൊന്നും വറക്കാനൊന്നും എടുത്തില്ലെന്ന് വെച്ചാൽ കറികളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. മക്കൾക്ക് കൊണ്ടുപോകാനുണ്ടാക്കി കറികളൊക്കെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും വറക്കും. അല്ലെങ്കിൽ വേണം ഇനി വൈകിട്ട് ചിലപ്പം എടുത്ത് വറക്കാം. മീൻ വെട്ടിയത് ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ പൊടികളൊക്കെ നമുക്കൊന്ന് ഇതാക്കി എടുക്കാം. ഇനി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെ മക്കൾക്ക് പോകുന്നതുകൊണ്ട് മീനും രാവിലെ ഇട്ടുകൊണ്ട് ജോലിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞ്. അല്ലെങ്കിൽ പിന്നെ ഉച്ചയായിരിക്കും കറിയൊക്കെ വെക്കാം. മീനൊക്കെ ഉച്ചയാകും. ഇതാകുമ്പോൾ രാവിലെ തന്നെ പണികളെല്ലാം അങ്ങ് കഴിയും. തുണിയും കൂടെ അലക്കി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങി. അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഉപ്പും എല്ലാം കറക്റ്റ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. അത് ചെറുതീയിലിരുന്ന് അവിടെ ഇരുന്ന് അങ്ങ് വെന്തോളും. അങ്ങനെ അടച്ച് വെച്ച് കൊടുത്ത് അവിടെ ഇരുന്ന് അതങ്ങ് വേവട്ടെ. അങ്ങനെയൊക്കെ ഇപ്പോൾ കറി ഏകദേശം എല്ലാം ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. ഇതൊക്കെ കറക്റ്റിനുണ്ട്. ഇനി കറിയുടെ തീ അങ്ങ് ഓഫ് ചെയ്യാം. കറിയൊക്കെ ഇതായിട്ടുണ്ട്. നമ്മുടെ കറിയും ചോറും എല്ലാം റെഡിയായി.
ജോലികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ ചെണ്ടുമല്ലിയുടെയൊക്കെ ചെടി നട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പക്ഷെ നമുക്കിത് നേരത്തെ കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പം ഇപ്പോഴല്ലേ നമുക്കത് കിട്ടി. അതുകൊണ്ട് എനിക്കൊന്ന് ഓണത്തിനേക്കൊന്നും പൂവൊന്നും ഇതാകത്തില്ല. പക്ഷെ എന്നാലും ഇച്ചിരി ഹൈറ്റ് വെച്ചിട്ടുണ്ട്. എന്നാലും ഓണത്തിനേക്കൊന്നും നമുക്കിത് പറിക്കാനായിട്ട് ഇതാകത്തില്ല. ഓണമൊക്കെ കഴിയുമ്പം തോന്നും. പക്ഷേ 1-2 മാസത്തിന് മുമ്പേ തരുമായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അന്നേരത്തേക്കൊക്കെ റെഡി ആയേനെ. അതിനിടയ്ക്ക് ഞാൻ കുറേ മല്ലിയിലയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി എത്തുന്നതായിരിക്കും. അതുവരേക്കും ബായ്.